LBSൻ്റെ അപ്ലിക്കേഷനെല്ലാം സബ്മിറ്റ് ചെയ്ത ആളുകൾ കുറേ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്, എൻ്റെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ റിജക്റ്റഡ് ആണ്, എന്താണ് ഇനി ചെയ്യേണ്ടത്, എപ്പോഴാണ് ഇതിൻ്റെ കറക്ഷൻസ് ഡേറ്റ്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സുകൾ ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, LBSൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഞാനിതിൻ്റെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നോട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അത് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ താഴെ ഞാൻ കമൻറ്റിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. 28-ാം തീയതി ആണ് ഇതിൻ്റെ സ്റ്റാറ്റസ് അവരെന്ത് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക. ആ സ്റ്റാറ്റസ് പബ്ലിഷ് ചെയ്യുമ്പം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന്, നിങ്ങൾ നോക്കേണ്ടത് സ്റ്റാറ്റസ് അപ്രൂവ്ഡ് ആണോ റിജക്റ്റഡ് ആണോ, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്രൂവ്ഡ് ആണെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള ക്ലൈം റിസർവേഷൻസുകളെല്ലാം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത്. എക്സാമ്പിൾ, ഒരു OBC കാറ്റഗറിയിൽ പെട്ട ഒരാളാണെങ്കിൽ അയാൾക്ക് ആ OBC കാറ്റഗറി അഥവാ അയാൾ OBC ആണെന്ന് അവിടെ വന്നിട്ടുണ്ടോ, SC ST അല്ലെങ്കിൽ EWS ഒക്കെ പോലുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് ലഭിക്കാവുന്ന എല്ലാ റിസർവേഷൻസിലും നിങ്ങൾ എലിജിബിൾ ആണോ, ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം എന്തെങ്കിലും റിജക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻസ്ഡ് ആവണ്ട. നിങ്ങൾ എക്സാമ്പിൾ, നിങ്ങളൊരു SC ST സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ OBC സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ ജനറൽ കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത്, റിജക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റോ വീണ്ടും അപ്ലോഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ ചെയ്ത സമയത്ത് SC STക്കാരായിരുന്നു, നിങ്ങൾ ജനറൽ കാറ്റഗറിയാണ് കൊടുത്തിരിക്കുന്നത് വെച്ചെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള സംഭവം ഉണ്ടാകാൻ പ്രയാസമാണ് എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള രേഖകൾ വീണ്ടും അവിടെ പറയും, ഏത് രേഖയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറയും. ആ രേഖ വളരെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് റിജക്റ്റഡ് ഉള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്താണോ കാണിക്കുന്നത് ആ സ്റ്റാറ്റസ് മാറി അപ്രൂവ്ഡ് ആവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ ആവേണ്ടതില്ല. ഇനി നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഡീറ്റെയിൽസുകളുടെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണെന്ന് അതിൽ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ജനറൽ കാറ്റഗറിക്കാരൻ അയാൾ പറയുകയാണ്, ഞാനൊരു OBC എന്ന രീതിയിൽ അവരെന്തെങ്കിലും അപ്ലിക്കേഷൻ സമയത്ത് കൊടുത്തിട്ടുണ്ട്, അറിയാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് വരും, അഡ്മിഷൻ പ്രൊസീജിയർ കിട്ടും. അഡ്മിഷനൊക്കെ ലഭിച്ചിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ അവരാവശ്യപ്പെടുന്ന രേഖകൾ സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ അതിൽ നിന്ന് പുറത്താക്കും എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ രേഖകളൊക്കെ കറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നോക്കുക. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വന്നിരിക്കുന്ന രേഖകൾ ഇങ്ങനെ അപാകതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിമാർക്സ് ഓപ്ഷൻസ് ഉണ്ടാവും. ആ റിമാർക്സ് ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അപ്ഡേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അടുത്തുള്ള LBS ഹെൽപ്പ് ഡെസ്കിൽ പോയിട്ടോ LBS സെൻറ്ററിൽ പോയിട്ടോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നോർമൽ ആ റിമാർക്സിലാണ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയായി കിട്ടും. അപേക്ഷകൾ താൽക്കാലികമായി നിരസിക്കപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നിങ്ങളുടെ നേറ്റിവിറ്റി തെളിയിക്കുന്ന രേഖ നിങ്ങൾ അതാത് രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ അതൊരു താൽക്കാലികമായിട്ട് നിരസിക്കപ്പെടും, നേറ്റിവിറ്റി തെളിയിക്കുന്ന രേഖ. രണ്ടാമത് നിരസിക്കപ്പെടാൻ ചാൻസ് ഉള്ളത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. ആ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം കൊടുത്തിട്ടുണ്ടാവേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് ആയിരിക്കണം. ഇവ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിരസിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. 3, SC ST വിഭാഗക്കാർക്കുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റാണ്. ആ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 3 വർഷമാണ്. 3 വർഷത്തിനുള്ളിൽ തന്നെയുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അത് നിരസിക്കപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. 4ാമത് വരുന്നത് ഹാൾ ടിക്കറ്റാണ്. ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ്, ഹാൾ ടിക്കറ്റോ മാർക്ക് ലിസ്റ്റോ കറക്റ്റായിട്ടുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2023 തോറ്റൊരു വിദ്യാർത്ഥിയാണ്, 2024 ഒരു പേപ്പർ എഴുതിയെടുത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ 2024 മാത്രം പോരാ, 2024 23 കൂട്ടി കമ്പൈൻ ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇങ്ങനത്തെയുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിലും അവർ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാകും. അവിടെ താഴെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് കാണിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിലുള്ള മാർക്ക് തന്നെയാണോ പബ്ലിഷ് ചെയ്ത ഡാറ്റയിലുള്ളതാണ്. അങ്ങനെ മാർക്ക് ലിസ്റ്റിലുള്ള ഡാറ്റയല്ല പല സമയത്ത് കുട്ടികൾ കൊടുത്ത സമയത്ത് ഇവിടെ കറക്ഷൻസ്, ഇവിടെ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അടുത്തുള്ള LBS സെൻറ്ററിൽ രേഖാമൂലം അറിയിക്കുന്നതാണ്. എല്ലാ ജില്ലയിലും LBS സെൻറ്ററുകൾ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് അതിൻ്റെ LBSൻ്റെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ LBS സെൻറ്ററിൻ്റെ നമ്പർ കിട്ടും. എവിടെയാണ് അവരുടെ ലൊക്കേഷൻ എന്ന് മനസ്സിലാക്കി അവിടെ പോയിട്ട് നിങ്ങൾ രേഖാമൂലം സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നേരത്തെ പറഞ്ഞ മൈനോറിറ്റി, EWS, SCBCയിൽ വരുന്ന നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ടുള്ള ചെയ്തിരിക്കുന്നെങ്കിൽ ക്ലൈം റിസർവേഷൻ നിരസിച്ചിട്ടുണ്ടാവും. അതിനും നിങ്ങൾ ഇതേപോലെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾ അഡ്മിൻ ഗ്രൂപ്പാണ്.
എങ്കിലും ചില സമയത്ത് ഞങ്ങൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾ ഡൗട്ട്സുകൾ ചോദിക്കാവുന്നതാണ്. നിങ്ങൾ വാട്സപ്പിൽ ചെയ്ത് നോക്കുക. ഞങ്ങൾക്ക് പറ്റുന്ന ഒഴിവുള്ള സമയമാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് റീപ്ലൈ തരും. നല്ല കഴിയുന്നതും നിങ്ങൾ വിളിക്കാതിരിക്കാൻ. ഒരുപാട് ആളുകൾ വിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. എങ്കിലും മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യും. നിങ്ങൾ വാട്സപ്പ് ത്രൂ തന്നെ ചോദിക്കുക. വാട്സപ്പ് ത്രൂ ചോദിച്ചു കഴിഞ്ഞാൽ സമയത്തിനനുസരിച്ചിട്ട് റീപ്ലൈ നൽകുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.